ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു പോയ ഒരു ഭാഗമാണ് ബുദ്ധിസം, ജൈനിസം. ഉറപ്പായിട്ടും ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചോ? കാരണം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ബുദ്ധിസവും ജൈനിസവും. സോ അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. നമുക്ക് ആദ്യം എന്ത് പറയാം? ജൈനിസത്തെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ജൈനമതം എന്ന് പറയുന്നത് ഓർ ജൈനിസം എന്ന് പറയുന്നത് 24 അഥവാ 24 തീർത്ഥങ്കര, 24 സന്യാസിമാരിലൂടെ വളർന്നു വന്നൊരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു ആശയമാണ്. ഒരിക്കലും ആരും ചിന്തിക്കരുത് വർദ്ധമാന മഹാവീരൻ ദ ഫൗണ്ടർ ഓഫ് ജൈനിസം എന്ന് നിങ്ങൾ പഠിക്കരുത്. ഒരിക്കലും വർദ്ധമാന മഹാവീരൻ എന്തല്ല, ജൈനമതത്തിന്റെ സ്ഥാപകനല്ല. 24 സന്യാസിമാർ ഓർ 24 തീർത്ഥങ്കരാസിലൂടെ വളർന്നു വന്നൊരു ഒരു ഐഡിയയാണ് ശരിക്കും ജൈനിസം എന്ന് പറയുന്നത്. അതിൽ 24th അഥവാ 24ാമത്തെ ആളാണ് ആര്? വർദ്ധമാന മഹാവീരൻ. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത് കുറച്ചുകൂടി കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ആയെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ആൻഡ് അദ്ദേഹം ജനിച്ച സ്ഥലം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ബീഹാറിലെ കുണ്ടലഗ്രാമ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്കറിയാം 24 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ആളിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഋഷഭദേവ എന്നാണ് ഒന്നാമത്തെ തീർത്ഥങ്കരൻ. ജൈനിസം അല്ലെങ്കിൽ ജൈനമതം വരാൻ കാരണമായിട്ടുള്ള അതിന്റെ ഒന്നാമത്തെ 24 സന്യാസിമാരിൽ തീർത്ഥങ്കരാസിൽ ഒന്ന് ഋഷഭദേവനാണ്. നമുക്ക് 2, 3, 4 ഒന്നും അറിയില്ല. പിന്നെ നമ്മൾക്ക് അറിയുന്നത് 23ാമത്തെ ആളിന്റെ പേരാണ് പാർശ്വനാഥ എന്നാണ് ആ 23ാമത്തെ ആളിന്റെ പേര്. 24ാമത്തെ ആളാണ് ആര്? നമ്മുടെ വർദ്ധമാന മഹാവീര. ഇത്രയും കാര്യം നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാം. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം. ശ്രദ്ധിച്ചോ, ഇതൊക്കെ വൺ വേർഡ് ഒക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ. വർദ്ധമാന മഹാവീര ജനിച്ചത് വൈശാലി എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ. അദ്ദേഹത്തെ മഹാവീര എന്നും ജിന എന്നും 2 പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അറ്റൈൻഡ് നിർവാണ അറ്റ് പാവ അല്ലെങ്കിൽ പാറ്റ്നയിലെ പാവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം നിർവാണം പ്രാപിച്ചത്, മരണപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ആൻഡ് ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം, ജൈനമതത്തിന്റെ ആശയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ, 1, ഇൻ ദിസ് വേൾഡ് എവ്രിതിങ് ഹാസ് ലൈഫ്. ലോകത്തെ എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ജീവനുണ്ട്. ഡു നോട്ട് ഹാം എനി ലിവിങ് തിങ്. ജീവനുള്ള ഒന്നിനെയും എന്ത് ചെയ്യാൻ പാടില്ല? ഉപദ്രവിക്കാൻ പാടില്ല. അടുത്ത പോയിന്റോ, ബർത്ത് ആൻഡ് റീബർത്ത്. ജനനവും അതുപോലെ തന്നെ എന്താണ് അല്ലെ, നമ്മൾ പറഞ്ഞു ജനനവും പുനർജന്മവും, ബർത്തും റീബർത്തും, മരണപ്പെട്ടാൽ വീണ്ടും ജനിക്കുമല്ലോ. ഇത് രണ്ടും എന്തിനടിസ്ഥാനത്തിലാണ്? നമ്മുടെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കിയാൽ നിങ്ങൾ. ആൻഡ് അടുത്തൊരു കാര്യം പറയുന്നത് അല്ലെ, ഈ ബുദ്ധനല്ല ജൈനൻ എന്ത് ചെയ്തിട്ടുണ്ട്? വേദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിനൈയിങ് ദ ഒതന്റിസിറ്റി ഓഫ് വേദാസ്. വേദങ്ങളുടെ അധികാരത്തെ തള്ളി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു മോക്ഷം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ശാപമോക്ഷം സാൽവേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ തെറ്റുകളൊക്കെ ചെയ്താലും പാപമോക്ഷം സാൽവേഷൻ കിട്ടണമെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. 1, റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസം റൈറ്റ് നോളജ്, ശരിയായ അറിവ്, ആൻഡ് റൈറ്റ് ആക്ഷൻ. ഈ 3 കാര്യങ്ങളാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 3 കാര്യങ്ങളെയാണ് നമ്മൾ ത്രിരത്നാസ് അല്ലെങ്കിൽ ത്രിരത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജൈനമത വിശ്വാസപ്രകാരം ആളുകൾക്ക് മോക്ഷം അഥവാ സാൽവേഷൻ ലഭിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. മഹാവീര ഷെയർഡ് ഹിസ് ഐഡിയാസ് വിത്ത് ദ പീപ്പിൾ ഇൻ പ്രാകൃത് ലാംഗ്വേജ്. അദ്ദേഹം തന്റെ ജനങ്ങളോട് സംസാരിച്ചത് പ്രാകൃത് എന്ന് പറയുന്ന സാധാരണക്കാരന്റെ ഭാഷയിലാണ്. ആൻഡ് ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നു, ഒരു ജൈനമത സന്യാസി 5 vows 5 വ്രതങ്ങൾ 5 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. 5 കാര്യങ്ങൾ ചെയ്യണം എന്നല്ല, 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ് ആ 5 കാര്യങ്ങൾ ആചരിക്കേണ്ടത്? ഡോണ്ട് കിൽ എനിത്തിങ്. ഒന്നിനെയും കൊല്ലാൻ പാടില്ല ജീവനുള്ള ഒന്നിനെയും എന്ത് ചെയ്യരുത്? കൊല്ലരുത്. ഡോണ്ട് സ്റ്റീൽ. ആരെയും സാധനങ്ങൾ മോഷ്ടിക്കാൻ പാടില്ല. ഡോണ്ട് ലൈ. കള്ളം പറയരുത്. ആൻഡ് അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഡോണ്ട് ഓൺ പ്രോപ്പർട്ടി. സ്വത്ത് കൈവശം വെക്കാതിരിക്കുക അല്ലെങ്കിൽ സ്വത്ത് ആർജിക്കാതിരിക്കുക. ആൻഡ് അവസാനം പറയുന്ന പോയിന്റ് ഏതാണ്? പ്രാക്ടീസ് സെലിബസി അഥവാ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്നാണ് പറയുന്നത്. കല്യാണമൊന്നും കഴിക്കാത്ത നമ്മൾ പറയില്ല ഇങ്ങനെ സ്വാമിമാരൊക്കെ പോലെ അങ്ങനെ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കണം. എന്തൊക്കെയാ പറഞ്ഞത്? ഡോണ്ട് കിൽ എനിത്തിങ്,
അല്ലെ, ഡോൺ സ്റ്റീൽ, ഡോൺ ലൈ, ഡോൺ ഓൺ പ്രോപ്പർട്ടി ആൻഡ് പ്രാക്ടീസ് സെലിബസി അല്ലെ. എന്താണ്? ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കളവ് പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക ആൻഡ് സ്വത്ത് ആർജിക്കാൻ പാടില്ല. ഈ പോയിന്റുകൾ ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ ജൈനമതവുമായി ബന്ധപ്പെട്ടതാ. ഇനി ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം? നോക്കൂ നിങ്ങൾ, ബുദ്ധൻ ജനിച്ചത് എവിടെയാണ്? ബുദ്ധന്റെ ശരിക്കുള്ള പേര് സിദ്ധാർത്ഥ എന്നാണ്. ജനിച്ചത് നേപ്പാളിലെ ലുംബിനിയിലെ കപിലവസ്തു എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, നേപ്പാളിലെ ലുംബിനിയിലെ അല്ലെ കപിലവസ്തുല, ഇതാണ് ആ സ്ഥലത്തിന്റെ പേര്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? അത് പഠിച്ചതാണ്. ആൻഡ് അല്ലെ, ഞാൻ പറഞ്ഞു തിരിഞ്ഞില്ലല്ലോ, നേപ്പാളിലെ കപിലവസ്തുലെ ലുംബിനി എന്ന് വെച്ചാൽ ഇപ്പോൾ അജ്സൽ എവിടെ ജനിച്ചതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ കേരളത്തിലെ കോഴിക്കോട് എന്ന് പറഞ്ഞ പോലെ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിലെ കപിലവസ്തുവിലെ ലുംബിനിയിൽ ജനിച്ചു. അങ്ങനെ പഠിച്ചു വെച്ചോളാം. ആൻഡ് അറ്റൈൻ എൻലൈറ്റൻമെന്റ് ഇൻ ബോധ്ഗയ അല്ലെ, എവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ബോധോദയം? അതുവരെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന വ്യക്തി ബുദ്ധനായി മാറിയ ബോധോദയം ഉണ്ടായത് അല്ലെ, എവിടെ വെച്ചാണ് എൻലൈറ്റൻമെന്റ് ഉണ്ടായത്? ബോധ്ഗയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെർമൺ, ആദ്യ പ്രഭാഷണം, ജനങ്ങളോട് ആദ്യമായിട്ടില്ല ഏറ്റവും അദ്ദേഹത്തിന്റെ പ്രസംഗം ജനങ്ങളോട് ആദ്യമായി സംസാരിച്ചത് അല്ലെ എവിടെ വെച്ചാണ്? സാരനാഥിൽ വെച്ചാണ്. അറ്റൈൻഡ് നിർവാണ അറ്റ് കുശിനഗര, കുശിനഗരയിൽ വെച്ചാണ് അദ്ദേഹം നിർവാണം മരണപ്പെട്ടത്. അതും നമ്മൾ പഠിക്കണം. അപ്പോൾ ബുദ്ധമതത്തിന്റെ പ്രിൻസിപ്പിൾസ് പഠിക്കണം. എന്താണ് ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ബുദ്ധാസ് പ്രിൻസിപ്പിൾസ്? എന്താണ്? ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോ, ജീവിതം ഫുള്ള് ദുഃഖമാ. എന്താ ദുഃഖത്തിന് കാരണം? ഡിസയർ ഈസ് ദ കോസ് ഓഫ് സോറോ, ആശകൾ, ആഗ്രഹങ്ങളാണ് നമ്മൾ ദുഃഖത്തിന് കാരണം. എനിക്ക് പുതിയ ബൈക്ക് വാങ്ങിക്കണം, പുതിയ കാറ് വാങ്ങിക്കണം, എനിക്ക് യൂറോപ്യൻ ട്രിപ്പ് പോകണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. ലൈഫ് ഫുള്ള് ദുഃഖമാവാൻ കാരണം എന്താ? എൻ്റെ ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം അല്ലെ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു ഐഫോൺ വാങ്ങിക്കണം, പറ്റുന്നില്ല, ദുഃഖം. അതാണ് മനുഷ്യന്മാരുടെ ലൈഫ് ഫുള്ള് സാഡാണ്, ദുഃഖമാണ്. ദുഃഖത്തിന് കാരണം എന്താ? ആഗ്രഹങ്ങളാണ് അല്ലെ. ആഗ്രഹം അഥവാ ഡിസയേഴ്സ് ആണ്. ഇഫ് ഡിസയർ ഈസ് ഡിസ്ട്രോയിഡ് സോറോ വിൽ ഡിസപ്പിയർ. നമ്മുടെ ആഗ്രഹങ്ങൾ, ആശകൾ ഇല്ലാതായ മനുഷ്യന്മാരെ ദുഃഖമില്ലാതാവും. അപ്പൊ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? ടു അച്ചീവ് ദിസ് ദ 8-fold path or അഷ്ടാംഗ മാർഗ ഷുഡ് ബി ഫോളോവ്ഡ്. ഇതിന് അഷ്ടാംഗ മാർഗം സ്വീകരിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്താവും? കുറെയൊക്കെ നമുക്കുള്ള ഈ സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം 4 പോയിന്റാണ് നമ്മൾ പഠിച്ചത്. ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെ, ജൈനമതവും ബുദ്ധമതവും രണ്ടും പഠിക്കണം. ഓക്കെ, ജൈനിസ്റ്റ് ഡോക്ട്രിൻസ് അല്ലെ, ജൈനമത തത്വങ്ങൾ പഠിക്കണം. അതുപോലെ ബുദ്ധാസ് പ്രിൻസിപ്പിൾ ഒക്കെ നമ്മൾ പഠിക്കണം, തത്വങ്ങളും. എന്താണ് സ്തൂപം എന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. Stupas are built on site where the physical remains of the Buddha or object used by Buddhas were buried. ഒന്നെങ്കിൽ ബുദ്ധന്റെ ശവശരീരമോ ഭൗതിക ശരീരമോ അല്ലെങ്കിൽ അന്ന് ബുദ്ധൻ ഉപയോഗിച്ച എന്തെങ്കിലും ഒരു വസ്തുക്കളോ എന്ത് ചെയ്യുന്നു? അതിനെ ബറി ചെയ്ത് അടക്കം ചെയ്ത് കുഴിച്ചിട്ട സ്ഥലത്ത് അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നു. അത്തരത്തിലല്ലേ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെയാണ് നമ്മൾ സ്തൂപം എന്ന് പറയുന്നത്. ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടം അല്ലെ, എന്താണ് ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ റിമൈൻസോ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റുകളോ അതൊക്കെ എന്ത് ചെയ്യുന്നു? അത്തരം അവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത ബറി ചെയ്ത സ്ഥലത്ത് അല്ലെ കൺസ്ട്രക്ട് ചെയ്യുന്ന നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെയാണ് സ്തൂപ അല്ലെ സ്തൂപ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, 2 സ്തൂപങ്ങളുണ്ട്. കുറെ സ്തൂപങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്ന് സാഞ്ചിയും മറ്റൊന്ന് സാരാനാഥുമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 സ്തൂപാസ്. ഇപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ലഡാക്കിൽ പോയ സമയത്ത് അവിടെയൊക്കെ ഇതുപോലെ എന്തുണ്ട്? ബുദ്ധിസ്റ്റ് സ്തൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു പോയിന്റ് കൂടി നിങ്ങളോട് പറയാനുള്ളത് ബുദ്ധിസ്റ്റ് സംഘാസ് ആണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ബുദ്ധിസ്റ്റ് സംഘം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ടു പ്രൊപ്പഗേറ്റ് ബുദ്ധിസം. ബുദ്ധമതം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ബുദ്ധമതം അല്ലെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? സംഘങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. അടുത്ത കാര്യം, സംഘത്തിലുള്ള പുരുഷന്മാരെ വിളിച്ച പേരെന്താ? മെൻ, ഭിക്ഷൂസ് എന്ന് വിളിച്ചു, ഭിക്ഷൂസ് എന്നും. സ്ത്രീകളെ ഭിക്ഷുണി എന്നും വിളിച്ചു, ഭിക്ഷുണി എന്നുമാണ് വിളിച്ചത്. ഭിക്ഷൂസും ഭിക്ഷുണീസുമാണ്. ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അവരുടെ ഡിസിഷൻസ്, തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത് എങ്ങനെയാണ്? ഡെമോക്രാറ്റിക്കലി അല്ലെ, ജനാധിപത്യപരമായിട്ടാണ് അവർ തീരുമാനങ്ങളൊക്കെ എടുത്തതെന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെന്താണ്? ഒരാള് സംഘത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാവരെയും തുല്യരായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ബാക്കി കാര്യങ്ങൾ ലൈവിൽ നിങ്ങൾ കാണാം, കൃത്യമായിട്ട് പഠിക്കാം. ലൈവിൽ 2 ദിവസം ഉണ്ടാവുന്ന ലൈവുകൾ ഫുള്ള് കണ്ടാൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് വീണ്ടും കാണാം. ബൈ.